ഈ നിമിഷത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചുരുക്കച്ചെല്ലായിട്ട് നമുക്ക് ഒരുമിച്ച് ദിവസത്തിലേക്ക് അടുത്ത് വരുവാൻ ദൈവം ഇങ്ങനെ ഒരു സാവകാശം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്കറിയാം പലരും നല്ല ക്ഷീണത്തിലിരിക്കുകയാണെന്ന്. അത് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒത്തിരി ലേറ്റ് ആയെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് ഇവിടെ കടന്നു വരുവാൻ കർത്താവിന്റെ ഒരു സാഹചര്യം ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആഗ്രഹത്തോടെ കൊതിയോടെ വന്നിരിക്കുന്നവരെ കർത്താവ് ഇന്നും നിറയ്ക്കുവാൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. വചനം ഇങ്ങനെ പറയുന്നു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആ സാന്നിധ്യം ഇന്ന് പകൽക്കാലവും നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. കടന്നു വന്നിരിക്കുന്നവരെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അല്പ നിമിഷങ്ങൾ നമുക്ക് ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി നമ്മുടെ സമയത്തെ വേർതിരിക്കാം. ബൈബിളുള്ളവരിലോ എടുക്കുമോ? മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാമല്ലോ. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. എല്ലാ അതിരങ്ങളും അല്പനിമിഷങ്ങൾ ചലിപ്പിച്ചു തുടങ്ങിയാട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ സ്വർഗത്തിലേക്ക് അല്പനിമിഷം പകരുവാൻ എത്ര പേർ ഇന്ന് പകൽക്കാലം തയ്യാറെടുക്കുവാൻ ഇടയായി തീരും. പരിശുദ്ധാത്മാവെ എന്നോട് ഇന്ന് സംസാരിക്കണമേ എന്ന് എത്ര പേർ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ ഇടയായി തീരും. വിശ്വസിക്കുന്നു. അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുള്ളത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്ത് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു അത് പരിശുദ്ധാത്മാവ് ഇന്നിവിടെ വിളമ്പുമ്പോൾ ഹല്ലേലൂയ അത് നമ്മുടെ ഹൃദയങ്ങളിൽ മേൽ പതിയേണ്ടതിന് വേണ്ടിയും ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളിൽ ഒന്ന് ഒരുക്കിയിടുവാൻ എത്ര പേർ സ്വന്തത്തോടെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുവാൻ ഇടയായി തീരും. എല്ലാ അതിരുകളിലും പരിശുദ്ധാത്മാവിന്റെ തീ പിടിക്കട്ടെ. എല്ലാ ഹൃദയങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ തീ പിടിക്കട്ടെ. ശബ്ദത്തോടെ ദൈവത്തെ സ്തുതിക്കാം. അല്പനിമിഷങ്ങളിൽ ദൈവങ്ങൾക്ക് കൃപയ്ക്കൊത്തവണ്ണം ദൈവത്തെ സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവിനെ ഒന്ന് വെൽക്കം ചെയ്താട്ടെ. ഹല്ലേലൂയ. വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ പതിയേണ്ടതിന് വേണ്ടി, നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിന്റെ ആത്മാവ് തുറക്കേണ്ടതിന് വേണ്ടി അല്പനിമിഷങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാൻ തയ്യാറാകുമോ? അതരമനകൾ പ്രഭാരകധുരമനഘടക വൈഡജനകൾ പ്രഭാരകധുരമന വൈഷസ്മൗരകധുരമനഘടക അന്തരേ വൈഡജനകൾ പ്രഭാരകധുരമനഘടക വൈഡംജനകശസ്മാരകധുരമനഘടക അധുരമനകൾ പ്രഭാരകധുരമനഘടക വൈഡംജനകൾ പ്രഭ ദൂരപ്രഭാരകധുരമനഘടക വൈഷസ്മൗരകധുരമനഘടക. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളുടെ നടുവിലേക്ക് എഴുന്നള്ളി വന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, ഇന്ന് ഞങ്ങളുടെ നടുവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രകടമായി ഇവിടെ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, ആഴമായി ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, ആഴമായി ഞങ്ങളോട് ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് അടുത്തൊരാഴ്ചക്കാലം ജീവിക്കുവാൻ ആവശ്യമായ അല്ലെങ്കിൽ തുടർന്നുള്ള നാളുകളിൽ ജീവിക്കുവാൻ ആവശ്യമായ ദൈവകൃപയാൽ സ്വർഗം ഞങ്ങളെ നിറയ്ക്കുന്നതിനായി നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ.
കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ പൂർണ്ണമായ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അടിന്റെ നാവോട് കൂടി ഇരിക്കുമാറാകണമേ അപ്പ. കർത്താവിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് അത് കൊടുക്കുവാൻ ആവശ്യമായ ദൈവകൃപ ദൈവം ഓരോ നിമിഷം എന്റെ പേര് പകർന്നുകൊണ്ടിരിക്കുമാറാകണമേ അപ്പ. ഒരു നല്ല ലേഖകന്റെ കയ്യില് എഴുതുമ്പോൾ പോലെ എന്റെ നാവിനെ സ്വർഗം ഉപയോഗിക്കുമാറാകണമേ അപ്പ. അങ്ങ് ഈ ജനത്തിന്റെ ഹൃദയത്തിൽ എന്ത് കോരിയിടുവാൻ ആഗ്രഹിക്കുന്നു, അവരുടെ മാംസപലയിൽ എന്ത് എഴുതുവാൻ ആഗ്രഹിക്കുന്നു, അതിന് കർത്താവിന്റെ നാവിൽ കൂടെ പുറപ്പെടുവിക്കുമാറാകണമേ അപ്പ. ഞാൻ പൂർണ്ണമായ ക്രൂശിൽ പറയുന്നു, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞാൻ താഴ്മയോട് ചോദിക്കുമ്പോൾ കൃപ തോന്നി ഉത്തരം പറയണം നല്ല പിതാവേ. ആമേൻ. ഹല്ലേലൂയ. കരങ്ങളെടുത്ത് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ശബ്ദത്തോടെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അസാധാരണമായ സാന്നിധ്യം ഇന്ന് പകൽക്കാലവും നമ്മുടെ നടുവിലുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മുടെ മേൽ ഇത് വ്യാപരിക്കുവാനിടയായി തീരും. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ബോംബെയിലേക്ക് വേണ്ടി കഴിഞ്ഞ രാത്രികാലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് തന്ന ഒരു ചിന്ത, എനിക്കറിയത്തില്ല ഇതൊരു വലിയ മെസ്സേജിനുള്ള ചാൻസ് ഉണ്ടെന്ന്, പക്ഷേ ദൈവം എന്നെ അതെ അങ്ങനെ തന്നെ ആവട്ടെ, വലിയ മെസ്സേജ് തന്നെ ആവട്ടെ എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ചില വ്യക്തികളോട് ഇടപെടുവാനുള്ള ചില ദൈവീയ ദൂതുകൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്നിട്ടുണ്ട്. അതപ്രകാരം തന്നെ പ്രസംഗിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമ്മൾ വായിച്ചത് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 15 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളാണല്ലോ. നമുക്കെല്ലാം വളരെ സുപരിചിതമായ വാക്യമാണ്. ഒരിക്കൽ പരീക്ഷന്മാർ യേശുവിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുന്നു, അവർ എന്തിനു വേണ്ടി ചോദിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവനെ വാക്കിൽ കുടുക്കേണ്ടതിന് വേണ്ടി ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോട് കൂടെ അവന്റെ അടുക്കൽ അയക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ വന്നത് തന്നെ ഒരു പ്രത്യേക ആലോചനയോടുകൂടിയാണ്. അവനെ എങ്ങനെയെങ്കിലും വാക്കിൽ കൊടുക്കണം, ശ്രദ്ധയോടെ ആയിരിക്കണമേ, അവനെ വാക്കിൽ കൊടുക്കണം എന്നുള്ള ഒറ്റ ബോധ്യത്തിലാണ് പരീക്ഷമാർ അവന്റെ അടുക്കിലേക്ക് വരുവാനിടയായി തീർന്നത്. രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞൊരു ദൂത് പറഞ്ഞുകൊണ്ട് മെസ്സേജിനെ സ്റ്റാർട്ട് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നോട് കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, വചനത്തിന്റെ ഗ്രാഹ്യം കൊണ്ടല്ലോ പഠനം കൊണ്ടോ ഒന്നുമല്ല, പക്ഷെങ്കിൽ ചിലരുടെ മുമ്പിൽ വരുമ്പോൾ അവരെ വാക്കിൽ കൊടുക്കാൻ പറ്റാത്തതുപോലൊരു അഭിഷേകത്തിന്റെ നിറവിനാൽ ദൈവം ചിലരെ ഈ ദിവസങ്ങളിൽ നിറയ്ക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. എത്ര പരീക്ഷിക്കുവാൻ വന്നാലും, എത്ര നിന്നെ വാക്കിൽ കൊടുക്കുവാൻ വന്നാലും അതിൽ നിന്നെ കൊടുക്കാൻ പറ്റാത്ത വണ്ണം ഒരു ദൈവീയ ജ്ഞാനത്താൽ ദൈവം ചിലരെ അഭിഷേകം ചെയ്യുവാൻ പോകുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ആരാധിക്കുമ്പോൾ ബുദ്ധി കൊണ്ട് ആരാധിക്കില്ലെന്നൊക്കെ പറയും, പക്ഷെങ്കിൽ ദൈവത്തിൽ നിന്ന് പകരുന്ന ഒരു ജ്ഞാനമുണ്ടല്ലേ, ദൈവത്തിൽ നിന്ന് നമ്മുടെ മേൽ പകരുന്ന ഒരു ദൈവിക ജ്ഞാനമുണ്ട്. അത് ദൈവത്തിന്റെ വലിപ്പത്തെ അളക്കുവാനോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ ശോധന ചെയ്യുവാനോ ഒന്നും ഉള്ളതല്ല. ഹല്ലേലൂയ. ദൈവം നമ്മുടെ മേൽ പകരുന്ന ജ്ഞാനം ആരും നിന്നെ വാക്കിൽ കൊടുക്കുവാനോ നിന്റെ പ്രവൃത്തിയിൽ നിന്നെ മറച്ചു കളയുവാനോ ഇരിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ ഒരു ജ്ഞാനത്താൽ ദൈവം ചിലരെ നിറയ്ക്കുവാനിടയായി തീരും. ഒരാമേ പറയാമോ വാക്കിന്? പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു ഈ മെസ്സേജിൽ ദൈവത്തിന്റെ ഒരു ജ്ഞാനം ദൈവം ചിലരുടെ പകരാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്നെ എങ്ങനെ ശോധന കഴിച്ചാലോ ഒന്നിലും നിന്നെ കുടുക്കി കളയാതെ വേണ്ട ദൈവത്തിന്റെ വിശിഷ്ടമായ ജ്ഞാനത്താൽ ദൈവം ചിലരെ അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, ഈ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ നിങ്ങൾക്ക് മുമ്പോട്ട് ഓടണമെങ്കിൽ ഈ ജ്ഞാനം ദൈവം നിന്റെ മേൽ പകർന്നേ മതിയാകുകയുള്ളൂ. ഒരിക്കൽ ശലോമോൻ ദൈവത്തോട് ജ്ഞാനം ചോദിക്കുവാനിടയായി തീർന്നു. നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവത്തിന് ജ്ഞാനവും സമ്പത്തും അധികമായി കൊടുക്കുവാനിടയായി തീർന്നു. ഞാനിങ്ങനെ പറയട്ടെ, ജ്ഞാനം ദൈവം നിങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ചില പ്രോസ്പെരിറ്റിയുടെ സ്പിരിറ്റിനെ ദൈവം നിങ്ങളുടെ മേൽ പകരുവാനിടയായി തീരും. ആ ജ്ഞാനത്താൽ നിങ്ങൾക്ക് ചിലതിനെ തുറന്നെടുക്കാൻ പറ്റും. ആ ജ്ഞാനത്താൽ ചിലതിനെ നിങ്ങൾക്ക് വിളിച്ചു വരുത്താൻ പറ്റും. അതെ, ദൈവിക ജ്ഞാനത്താൽ ദൈവം ചിലരെ നിറയ്ക്കാൻ പോകുകയാണ്. ഇവിടെ നമ്മൾ വായിച്ചത് പരീക്ഷന്മാർ യേശുവിനെ വാക്കിൽ കൊടുക്കേണ്ടതിന് വേണ്ടി അവന്റെ അടുക്കിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. എന്നിട്ട് അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഗുരു, നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവൻ ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനും ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, ഗുരു നീ സത്യവാൻ. അവർ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? നീ സത്യവാൻ തന്നെയാണ്, യേശു സത്യവാൻ തന്നെയാണ്. അടുത്ത് പറയുകയാണ്, ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവരും.
കറക്റ്റ് ആണല്ലേ? ദൈവത്തിന്റെ വഴി വളരെ നേരായി പഠിപ്പിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, ഏറ്റവും നന്നായിട്ട് പഠിപ്പിച്ച ഒരാളുണ്ടെങ്കിൽ അതും യേശു തന്നെയാണ്. അടുത്തത്, മനുഷ്യരുടെ മുഖം നോക്കാത്തവനും. യേശുവിന്റെ ശുശ്രൂഷയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് പറയുമ്പോൾ ഒത്തിരി ഉണ്ട്. യേശുവിന്റെ ശുശ്രൂഷയെ നമുക്ക് വളരെ വ്യക്തമായി കാണാവുന്ന ഒരു കാര്യമാണ്, അവൻ മുഖം നോക്കി സംസാരിക്കുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. അവൻ മനുഷ്യരുടെ മുഖം നോക്കി സംസാരിക്കുന്ന ഒരു ദൈവമല്ല. അവൻ പിതാവിൽ നിന്ന് എന്തു പ്രാപിക്കുന്നോ അത് അതുപോലെ തന്നെ ജനത്തിന് കൈമാറുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയാറുണ്ട്, യേശു ഒരാൾക്ക് ഫീൽ ആകുന്നുണ്ടോ എന്നൊന്നും ചിന്തിക്കാറില്ല. യേശുവിന് വേണ്ടത് അവന്റെ നിത്യജീവനാണ്. അതുകൊണ്ട് നിത്യജീവന് വേണ്ടി എന്തെല്ലാം കൈമാറണമോ അത് യേശു കൈമാറിക്കൊണ്ടേ ഇരിക്കുവാനിടയായി തീരും. അപ്പം അല്ലെങ്കിൽ പരീക്ഷമാർ ഈ പറഞ്ഞതും വളരെ സത്യമാണ്. അടുത്തത് പറയുകയാണ്, ആരെയും ശങ്കയില്ലാത്തവനും ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ആരെയും ശങ്കയില്ലാത്തത് ഞാൻ ആരെയും പേടിക്കാത്തവനാ. ഹല്ലേലൂയ. ഇപ്പം എന്താ പറയുന്നത്, യേശുവിനെ സ്വീകരിച്ചവരിലും ഈ സ്വഭാവം കാണുന്നത് പലപ്പോഴും നമുക്ക് കാണുവാനിടയായി തീരും. കാരണം അവർക്കും ആരെയും കുറിച്ച് ശങ്കയില്ല, ആരെയും അവര് ഭയപ്പെടാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവർക്കൊരു ബോധ്യമുണ്ട്, അവർ സംസാരിക്കുന്നത് ആരിൽ നിന്നാണെന്നും ആരിൽ നിന്ന് പ്രാപിച്ചതാണ് അവർ കൈമാറുന്നു എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ ഹല്ലേലൂയ അവർക്ക് ശങ്കയില്ലാതെ വണ്ണം നിൽക്കുവാൻ പറ്റുവാനിടയായി. അപ്പം യേശുവിന്റെ 4 ക്വാളിറ്റികളെ ഇവർ വളരെ വ്യക്തമായിട്ട് യേശുവിനോട് തന്നെ പറയുകയാണ്, അല്ലെ? ഹല്ലേലൂയ. എന്നാൽ അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അവരുടെ ചോദ്യം ഇപ്രകാരമാണ്, നിനക്ക് എന്തു തോന്നുന്നു, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണം എന്ന് പറയിച്ചു. യേശുവിനെ കുറിച്ചുള്ള 4 ക്വാളിറ്റി യേശുവിനോട് തന്നെ പറഞ്ഞിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് യേശുവിനോട് ചോദിക്കുകയാണ്. അപ്പോ തിരിച്ച് യേശുവിന്റെ റിപ്ലൈ ഒന്ന് ശ്രദ്ധിച്ചേ. യേശു പറയുകയാണ്, യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞ് കപടഭക്തിക്കാരെ എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? നിങ്ങൾക്ക് മനസ്സിലായോ? യേശുവിനോട് അവർ ആദ്യം യേശുവിന്റെ നല്ല ക്വാളിറ്റികളെ പറയുവാനിടയായി തീർന്നു. എന്നിട്ടാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന്. ഞാൻ ഇങ്ങനെ പറയുവാനായിരിക്കും, ഇന്നലെ കർത്താവിന്റെ ആത്മാവിനോട് സംസാരിച്ച ഒരു ഭാഗം ഇപ്രകാരമായിരുന്നു. പലപ്പോഴും നമ്മളെ ഒരു വാക്കിൽ കൊടുക്കുവാൻ, അല്ലെങ്കിൽ പലപ്പോഴും അവരുടെ പരിധിക്കുള്ള ഒത്തവണ്ണം ഒരു ഉത്തരത്തിൽ നമ്മളെ എത്തിക്കുവാൻ വേണ്ടി അവരാദ്യം സംസാരിച്ചു തുടങ്ങുന്നത് നമ്മുടെ നല്ല ക്വാളിറ്റികളെ പറഞ്ഞായിരിക്കും. കാരണം അവർക്കറിയാം, നമ്മൾ ഈ വചനം ശുശ്രൂഷിക്കുന്നതിന് മുമ്പായി ഞാൻ ആദ്യം 1-2 കാര്യങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞേ? നിങ്ങളെ ഹൃദയത്തെ ഒന്ന് ഒരുക്കിയിടണം, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ തന്നെ ഒന്ന് ക്രമപ്പെടുത്തി ഇടണം. കാരണം അങ്ങനെ ഒന്ന് ഇട്ടാൽ മാത്രമേ ഇന്നിവിടുന്ന് പുറപ്പെടുന്ന ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ നന്നായിട്ട് വീഴുകയുള്ളൂ. ഇതുപോലെ തന്നെ മനുഷ്യന് ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ആദ്യം നമ്മളെ ഒന്ന് സുഖിപ്പിച്ചിട്ട് പറയും, ഇതിങ്ങനെയൊക്കെയാണ്, ഇത് ഇപ്രകാരമൊക്കെയാണ്, നീ സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹല്ലേലൂയ അവരുടെ പദ്ധതിയെ അവർ ചെറുകെ നമ്മുടെ ഹൃദയത്തിലേക്ക് കോരിയിടുവാനിടയായി തീരും. ഞാൻ ഭയങ്കര പ്രാക്ടിക്കൽ സൈഡായി പറയുന്നത്. എന്നിട്ട് യേശുവിനോട് അവർ ചോദിക്കുകയാണ്, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ? കാരണം ഇവർക്ക് അറിയേണ്ടത്, കരം കൊടുക്കുന്നവരായിരിക്കാം ഒരുപക്ഷെ സംസാരിക്കുന്നത്, കരം കൊടുക്കാത്തവരും ചിലപ്പോൾ അവരുടെ കൂട്ടത്തിൽ കാണാം. പക്ഷെ പരീക്ഷന്മാർക്ക് അറിയേണ്ടത് ഇവന്റെ ഉത്തരം എങ്ങനെ ആയിരിക്കും എന്നുള്ളതാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇവൻ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണ്, അത് നല്ലതാണെന്ന് യേശു പറഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് അറിയാമല്ലോ, റോമ ഗവൺമെന്റ് വളരെ ഇങ്ങനെ എന്താ പറഞ്ഞ ഭരിച്ച് ഇങ്ങനെ ജനത്തെ ഭയങ്കര പിടിച്ചൊതുക്കി വെച്ച് അവരുടെ കൽപ്പനകളിലും റൂളുകളിലും ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സമയം. അപ്പം യേശു ഇതിനെ യെസ് എന്നാണ് പറയുന്നതെങ്കിൽ അവര് പറയും കൈസർക്ക് ഇവൻ വഴങ്ങി, അല്ലെങ്കിൽ റോമ ഗവൺമെന്റിന് ഇവൻ വഴങ്ങി എന്ന് പറയും. ഇനി മറിച്ച് പറയുക, കൊടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം റോമ ഗവൺമെന്റിനെ നിരസിക്കുന്നു, ആ ദേശത്തെ വാഴ്ച നിരസിക്കുന്നു. അപ്പം യെസ് പറഞ്ഞാലും നോ പറഞ്ഞാലും യേശുവിനത് നന്നല്ല. യേശു ഒരു മനുഷ്യനായി ഭൂമി ജീവിക്കുമ്പോൾ അവന് നന്നല്ല, അല്ലെങ്കിൽ യേശു നല്ലൊരു ന്യായമായ ഉത്തരമല്ല അവിടെ പറഞ്ഞത്. യെസ്സും പറയാൻ പാടില്ല, നോ പറയാൻ പാടില്ല. നമ്മുടെ ഭാഷയിൽ സ്നോ എന്നൊക്കെ പറയായിരുന്നു, അല്ലെ? യെസ്സും നോയും ചേർത്ത് നമുക്ക് പറയായിരുന്നു. പക്ഷേ യേശുവിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ യേശു ഊന്നും പറഞ്ഞില്ല, യേശു നോ എന്നും പറഞ്ഞില്ല. കാരണം യേശുവിനെ അവരെ നന്നായി മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ, ഒരു ദൈവിക ജ്ഞാനം ദൈവം നിങ്ങളുടെ മേൽ പകർന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ നിങ്ങളുടെ മുന്നിൽ വരുന്ന ക്വസ്റ്റ്യനുകളെ പോലും, ഞാൻ ഒരു പദങ്ങളെ ചേർത്ത് പറയുവാൻ ആഗ്രഹിക്കുക, നിങ്ങളെ ഒരു സുഖിപ്പിച്ച് കൊല്ലുവാൻ വന്നാലോ അവരെയും കൂടെ മനസ്സിലാക്കത്തക്ക വേണ്ടോ ഒരു ദിവ്യ ജ്ഞാനത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കുവാനിടയായി തീരും. യേശുവിന്റെ തിരിച്ചുള്ള മറുപടി പ്രകാരമായിരുന്നു, യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞ് കപടഭക്തിക്കാരെ എന്നെ പരീക്ഷിക്കുന്നത്
എന്ത് നല്ല ഉത്തരം നോക്കി. കപടഭക്തിക്കാരെ എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു സഭാ പാസ്റ്റർ എന്നുള്ള നിലയിൽ ഞാനിവിടെ നിന്ന് നിൽക്കുമ്പോൾ എന്നോട് ഒരാൾ നല്ല വർത്താനം പറയുമ്പോൾ ഞാൻ തിരിച്ച് കപടഭക്തിക്കാരെ എന്ന് വിളിച്ചാൽ എന്തായിരിക്കും എന്റെ പ്രതികരണം? എന്തായിരിക്കും? യേശു പറഞ്ഞതുപോലെ ഞാൻ വിളിക്കുക, ഇപ്പം സൂചിപ്പിക്കില്ലേ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഞാൻ കപടഭക്തിക്കാരെ എന്ന് വിളിച്ചാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? പരീക്ഷ ലിജി പറഞ്ഞ ട്രാൻസ്ഫർ കിട്ടുന്നത് കറക്റ്റാണ്. നാട്ടിലാദ്യം ഉറപ്പായിട്ടും പാസ്റ്ററിനടുത്ത 3 വർഷം തികയ്ക്കെന്ന് തോന്നുന്നില്ല, പറഞ്ഞു വിടും. പക്ഷെ യേശുവിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? യേശു മുഖത്ത് നോക്കി വിളിക്കുക കപടഭക്തിക്കാരെ. നിങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് മനുഷ്യനെ ശങ്കയില്ലെന്ന്? മനുഷ്യനെ ശങ്കയില്ല. നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ മുഖം നോക്കാത്തവരാണെന്ന്? ഞാൻ മുഖം നോക്കുന്നവനല്ല. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം മതി. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, നമ്മുടെ കയ്യിലിരിക്കുന്ന അഭിഷേകം, നമ്മുടെ കയ്യിലിരിക്കുന്ന ഹല്ലേലൂയ ദൈവിക നിയോഗം, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവ്, അത് ക്വാളിറ്റി ഉള്ളതാണെന്നും നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അത്ര ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണെന്നും നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ആളുകളെ സൂചിപ്പിക്കേണ്ട കാര്യമില്ലല്ലേ? എന്നോട് ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറയുന്നു, അപ്രകാരം ക്വാളിറ്റി ഉള്ള ഒരു അഭിഷേകമാണെന്ന് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ബോധ്യമുണ്ടെങ്കിൽ മുഖം നോക്കാതെ നമുക്ക് ശുശ്രൂഷ ചെയ്യുവാൻ പറ്റും. ഹല്ലേലൂയ. എനിക്കിങ്ങനെ പറയട്ടെ, ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഒരു ശുശ്രൂഷയുള്ളവരാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ അതിനെ വ്യാപനം ചെയ്യുവാൻ, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ. ഇനി ഞാൻ പറയാം, നിങ്ങൾ പറയുന്ന രക്ഷയുടെ സുവിശേഷമുണ്ടല്ലോ, അത് മറ്റുള്ളവർ എങ്ങനെ വേണമെങ്കിലും എടുത്തോട്ടെ, പക്ഷെ മുഖം നോക്കാതെ വേണ്ട. ഞാൻ പറയുന്ന സുവിശേഷത്തെ വിളംബരം ചെയ്യുവാൻ ഒരു ദൈവിക ജ്ഞാനം ദൈവചരണമേൽ പകരാൻ പോകുകയാണ്. നീ പറയുന്ന പദത്തെ കുറിച്ചും നീ പറയുന്നതും നീ പ്രഖ്യാപിക്കുന്നതുമായ ഓരോ കാര്യങ്ങളെ കുറിച്ചും നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം നിനക്ക് ജ്ഞാനം വെളിവാക്കി തരാൻ പോകുകയാണ്. എത്ര പേർ ആ ദൂതിനെ വിശ്വസിച്ച് ഏറ്റെടുക്കുവാനിടയായി തീരും? എന്നാൽ യേശു ഇപ്പം അവരെ പരീക്ഷിക്കുന്നത് എന്തെന്ന് പറഞ്ഞിട്ട് അവരോട് അങ്ങനെ പറഞ്ഞ ആ ഉത്തരം അവസാനിപ്പിക്കുകയല്ലായിരുന്നു. യേശു ഇതിന് മറുപടി കൊടുക്കുവാനിടയായിരുന്നു. നമ്മൾ അതിന്റെ അടുത്ത വാക്യം എന്ന് വായിച്ച് സഹായിക്കും. അവർ അവന്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. അവൻ അവരോട്, ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് കൈസരുടേത് എന്ന് അവർ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശുവോട് പറയുക, നിങ്ങൾ ഒരു കോയിനിക്ക് കൊണ്ടുപോവാ, ഒരു വെള്ളിക്കാശ് കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ യേശു അതിലോട്ട് നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഇതിലെ കൈയെഴുത്തും സ്വരൂപവും ആരുടേതെന്ന് ചോദിച്ചു. ഇവരുടെ ഉത്തരം ഇപ്രകാരമായിരുന്നു, അത് കൈസറുടെ കൈയെഴുത്തും കൈസറുടെ സ്വരൂപവും മേലെഴുത്തും കൈസറുടേത് എന്ന് അവർ തിരിച്ച് റിപ്ലൈ ചെയ്യാനിടയായി തീർന്നു. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, യേശു ടാക്സ് കൊടുക്കുന്നതിന് വിപരീതമാണോ, അല്ലെങ്കിൽ യേശു ടാക്സ് കൊടുക്കുന്നതിന് എതിരാണോ? വചനം നമ്മളോട് പറയുന്നത് നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ആ ഗവൺമെന്റ് റൂളിനെ നമ്മൾ അനുസരിക്കണമെന്നാ പറയുന്നല്ലേ. റോമാലേഖനം 13:1 വാക്യം ഒന്ന് വായിക്കോ. റോമാലേഖനം 13:1 വാക്യം. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. അതിന്റെ 6 വായിച്ചു. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു, അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു. എല്ലാവർക്കും കടമായുള്ളത് കൊടുക്കൽ. നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. കേട്ടോ, വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? യേശു പറയുന്നത്, അല്ലെങ്കിൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മള് നികുതി കൊടുക്കേണ്ടതിന് നികുതി കൊടുക്കണമെന്നാ, കടം കൊടുക്കേണ്ടതിന് കടം കൊടുക്കണമെന്നാ. എന്താണ് കൊടുക്കേണ്ടത് അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണമെന്നാണ് ദൈവം നമ്മളെ വചനത്തിൽ കൂടെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. എങ്ങനെ പറയട്ടെ, ഇവിടെ ആരും ഒരു ചെയ്യത്തില്ലെന്നറിയാം. ടാക്സ് വെട്ടിക്കുന്നവരുണ്ടെങ്കിൽ ടാക്സ് കൃത്യമായിട്ട് ഗവൺമെന്റ് കൊടുക്കണം കേട്ടോ. കാരണം വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിനുള്ളത് നമ്മൾ ദൈവരാജ്യത്തിന് കൊടുക്കണം. എന്താ പറയുന്നത്, ടാക്സ് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ആ ടാക്സ് കൊടുക്കണം. ഹല്ലേലൂയ. ഇതെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. പക്ഷേ യേശു ഈ ഒരു കാര്യത്തിൽ ഇവരോട് ഇടപെട്ടത് ഇങ്ങനെയല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഒരിക്കൽ യേശു
ടാക്സ് അടയ്ക്കണം എന്ന് വന്ന് പത്രോസിനോട് പറഞ്ഞപ്പോ അവൻ പറയുകയാണ്, ഒരു ചൂണ്ടയും കൊണ്ട് പോയി നീ ഒരു മീൻ പിടിക്കുക, അതിന്റെ വായിലൊരു ചതുർതമ പണമുണ്ട്, അത് എടുത്തുകൊണ്ട് വന്നിട്ട് എനിക്കും നിനക്കും വേണ്ടി ടാക്സ് അടയ്ക്കാൻ പറഞ്ഞ യേശുവാണ്. പക്ഷെ ഇതേ യേശു ഇപ്പൊ ഇവരോട് പറയുകയാണ്, നിങ്ങളൊരു ഈ കോയിൻ ഇറങ്ങിയിട്ട് കൊണ്ടുവന്നേ, എന്നിട്ട് അതിലുള്ള ഇമേജും അതിലുള്ള ആ മേലെഴുത്തു ആരുടേതെന്ന് ചോദിച്ചു. അവർ പറയുന്നു, ഇതിലുള്ള മേലെഴുത്ത് കൈസറുടേതാകുന്നു, ഇതിലുള്ള മുഖം, ഇതിലുള്ള ഇമേജും കൈസറുടേതാകുന്നു. എന്നിട്ട് യേശുവിന്റെ അടുത്ത വാക്യ പ്രകാരമായി, യേശുവിന്റെ മറുപടി പ്രകാരമായിരുന്നു, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഞാനിങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുക, കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, നീ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്നുള്ളതല്ല ഉത്തരം, പക്ഷെങ്കിൽ എന്റെ ഈ ഉത്തരത്തിൽ കൂടെ അത് നിനക്ക് വെളിവായി വരുവാനിടയായി തീരും. യേശു ഈ ഭൂമിയിലേക്ക് എന്തിനു വരുവാനിടയായി തീർന്നു? യേശുവിനെ കൈമാറുവാനുള്ള സന്ദേശം എന്തായിരുന്നു? നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഏതെല്ലാം യേശുവിനോടുള്ള ക്വസ്റ്റ്യന്റെ മറുപടിയിലും യേശു വന്ന ഉദ്ദേശം അവൻ വെളിവാക്കിക്കൊണ്ടേ ഇരിക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവസഭയോട് ഞാൻ ആത്മാവിപ്രകാരം കൈമാറാൻ ആഗ്രഹിക്കുക, എവിടെ ചെന്നാലും എന്തെല്ലാം ക്വസ്റ്റ്യൻ നിങ്ങളെ ചോദിച്ചാലും അവിടെയെല്ലാം നിങ്ങൾ വെളിവാക്കേണ്ടത് ആ സാഹചര്യത്തിനുള്ള ഒരു മറുപടിയല്ല, നിങ്ങളുടെ നിയോഗത്തിന്റെ മറുപടികളായിരിക്കണം. പിടികിട്ടിയോ? ചിലരോടൊക്കെ പറയുന്നില്ല, സൺഡേ എന്താ നിങ്ങൾ ആരാധനയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടും വരണം, അല്ലെങ്കിൽ ചില മാനേജ്മെന്റ് പല കുഞ്ഞുങ്ങളും വന്ന് പറയുന്നുണ്ട്, ചില മാനേജ്മെന്റ് പറയും സൺഡേ നിങ്ങൾ മസ്റ്റായിട്ട് വന്നേ പറ്റത്തുള്ളൂ. ഇല്ലേ, സൺഡേ മസ്റ്റായിട്ട് നിങ്ങൾ ജോലിക്ക് വന്നേ പറ്റത്തുള്ളൂ. കാരണം അവരൊന്ന് ചൊറിയുക, ഇവരെന്തോ അതിന്റെ പ്രത്യേകത എന്ന്. പക്ഷേ അപ്പോൾ നീ വെളിവാക്കേണ്ടത് അവരോടുള്ള എതിർപ്പല്ല, നീ അവരോട് വെളിവാക്കേണ്ടത് നിന്നെ കുറിച്ചുള്ള പർപ്പസ് ആയിരിക്കണം, നിന്നെ കുറിച്ചുള്ള നിയോഗങ്ങളായിരിക്കണം. നീ എന്താണ് അവിടെ തെളിവാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിന്നെ കുറിച്ചുള്ള നിഷിദ്ധമായിരിക്കുന്ന ദൈവിക പദ്ധതികളെ നീ വെളിവാക്കുവാനിടയായി തീരണം. അവിടെ നീ കാണിച്ചു കൊടുക്കണം നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്തെന്നും നിന്നെ കുറിച്ചുള്ള ദൈവിക നിയോഗം എന്തെന്നും. ഞാൻ ഇങ്ങനെ പറയട്ടെ, നീ എപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചു തുടങ്ങുന്നോ ചുറ്റുപാടുകൾ നിനക്ക് അനുകൂലമായി തിരിയുവാനിടയായി തീരും. ഞാൻ പറയട്ടെ, ദൈവം നിന്നോടൊരു നിയോഗം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ കുറിച്ചൊരു പദ്ധതിയിലേക്കാണ് നിന്നെ നടത്തുന്നതെങ്കിൽ അത് മാറിപ്പോകുകയില്ല, അതിനെ ദൈവം തെളിയിക്കുവാനിടയായി തീരും. ഇപ്പോൾ മുന്നിൽ ഈ കോയിലുമായിട്ട് നിൽക്കുന്നവർക്ക് മനസ്സിലായി, കൈസറുടെ മുഖമാണ് അതിലുള്ളതെങ്കിൽ, കൈസറുടെ മേലെഴുത്താണ് അതിലുള്ളതെങ്കിൽ ഇത് കൈസർക്ക് കൊടുത്തേ പറ്റുകയുള്ളൂ. പക്ഷേ എന്നെ ചിന്തിപ്പിച്ചത് അടുത്ത പദമായിരുന്നു. ദൈവം പറയുകയാണ്, എന്നാൽ ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുവാനിടയായി തീരും. എന്താണ് ദൈവത്തിനുള്ളത്? കൈസറുടെ മുഖവും കൈസറുടെ മേലെഴുത്തും അല്ലെങ്കിൽ ഒരു കോയിനെ ഉണ്ടെങ്കിൽ ആ കോയിൻ കൈസർക്കുള്ളതാണെങ്കിൽ, ഞാൻ പറയട്ടെ, എന്റെ മേൽ കിടക്കുന്നത് ദൈവത്തിന്റെ ഇമേജും എന്റെ മേൽ കിടക്കുന്നത് ദൈവത്തിന്റെ മേലെഴുത്തുമാണ്. അങ്ങനെയെങ്കിൽ ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, എന്നോട് ദൈവത്തിന് കൊടുക്കാൻ പറയുന്നത് എന്നെ തന്നെയാണെന്ന് ബോധ്യമുള്ളവർ ഹല്ലേലൂയ കരങ്ങളോട് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? എന്റെ മേൽ പകർന്നിരിക്കുന്നത് ദൈവത്തിന്റെ മേലെഴുത്താണെങ്കിൽ, എന്റെ മേൽ പകർന്നിരിക്കുന്നത് ദൈവത്തിന്റെ ഇമേജ് ആണെങ്കിൽ, ഞാൻ എന്നെ തന്നെ ദൈവത്തിന് കൊടുക്കുവാനിടയായി തീരണം. പരീക്ഷമാർ കൊടുക്കുവാൻ വന്ന ക്വസ്റ്റ്യന് ദൈവത്തിന് കൈമാറുവാനുള്ളത് ഒറ്റ കാര്യമുള്ളായിരുന്നു. ഈ ഭൂമിയിൽ കൈസർ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നീ കൈസർക്ക് കൊടുത്തോ. പക്ഷേ ഈ ഭൂമിയിൽ നിന്റെ മേലൊരു കൈയെഴുത്തുണ്ടെങ്കിൽ, നിന്റെ മേലൊരു ഇമേജ് ഉണ്ടെങ്കിൽ, അത് നീ ദൈവത്തിന് കൊടുക്കുവാനിടയായി തീരണം. ഇങ്ങനെ എഴുതി വെക്കുവാനിടയായി തീരുന്നു, സകലതും അവനായിട്ടും സകലതും അവൻ മുഖാന്തരവും ഉളവായിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവമക്കളെ, നിന്റെ ഒന്നും തന്നെ ദൈവത്തിന് വേണ്ട, ദൈവത്തിന് നിന്റെ മേൽ വേണ്ടത് നിന്നെ തന്നെയാണ്. ഹല്ലേലൂയ. പുതിയ നിയമസഭയോട് ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാ, നിന്റെ ഹൃദയത്തെ ദൈവത്തിന് ആവശ്യമാണ്. ഹല്ലേലൂയ. നിന്റെ ശരീരത്തെ ദൈവത്തിന് ആവശ്യമാണ്. അതിനെ നീ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ അവൻ നിന്നെ തെളിയിക്കുവാനിടയായി തീരും. ഒരു വാക്യം വായിച്ച് സഹായിക്കുമോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 വാക്യം. അതിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് വായിക്കാമോ? അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. കേട്ടോ, മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ദൈവം പറഞ്ഞത് നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പൊ നമ്മുടെ മേൽ കിടക്കുന്ന സ്വരൂപമാണെയാ
ഓ പറയുന്നത് കാണിക്കുന്നത് ഉറക്കെ പറ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ ഷേപ്പുകളായിരിക്കാം, ഓരോരോ കളറുകളായിരിക്കാം. പക്ഷെങ്കിൽ നമ്മുടെ മേലെല്ലാം കിടക്കുന്ന സ്വരൂപം അത് ദൈവത്തിന്റെയാണ്. കൈസറുടെ കോയിനകത്ത് 1 രൂപ കോയിനകത്തും 2 രൂപ കോയിനകത്തും എല്ലാം ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും, ഡിഫറെന്റ് കളറുകളായിരിക്കാം. പക്ഷെ അതിലെല്ലാം ഉള്ളത് കൈസറുടെ സ്വരൂപമാകുന്നത് പോലെ നമ്മുടെ മേൽ കിടക്കുന്നത് കളർ ഏതായിക്കൊള്ളട്ടെ, സൗന്ദര്യം ഏതായിക്കൊള്ളട്ടെ, പക്ഷെ എന്റെ മേലും നിന്റെ മേലും കിടക്കുന്നത് ദൈവത്തിന്റെ സ്വരൂപമാണ്. എപ്പോഴും പിശാച് ഈ സ്വരൂപത്തെ നമ്മളിൽ നിന്ന് മാറ്റുവാൻ ശ്രമിക്കും. പിശാച് എപ്പോഴും നമ്മുടെ മേലെഴുത്തിനെ മായ്ക്കുവാൻ ശ്രമിക്കും. എപ്പോഴും പിശാച് ചെയ്യുന്ന പരിപാടി ഇതാ, നിന്റെ മേൽ കിടക്കുന്നത് നീ ഒരു ദൈവത്തിന്റെ ഇമേജ് ആണ് നമ്മളെ ബോധ്യമാക്കുവാൻ പിശാച് സമ്മതിക്കത്തില്ല. പിശാച് എപ്പോഴും അതിനെ തിരിച്ചുകൊണ്ടിരിക്കുവാനിടയായി തീരും. കാരണം ഈ ബോധ്യം നിന്നിൽ ഉണ്ടെങ്കിൽ നിനക്ക് മനസ്സിലാകും നീ വെളിപ്പെടേണ്ടത് ആർക്ക് വേണ്ടിയാണെന്ന്, നിന്നെ വെളിപ്പെടുത്തേണ്ടത് ആരുടെ പദ്ധതിയാണെന്ന് എപ്പോഴും നമ്മളോട് പഠിപ്പിക്കുവാനിടയായി തീരും. എന്റെ ആനിവേഴ്സറി കഴിഞ്ഞിട്ട് ഞാൻ രാത്രി വീട്ടിലേക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അത് ശക്തമായിട്ട് എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ കുത്തിയിട്ട് പറയുവാനിടയായി തീർന്നു, നീ ആരുടെ ഇമേജാ, നിന്റെ മേലുള്ള മേലെഴുത്ത് ആരുടെയാ? ദൈവത്തിന്റെ ആത്മാവ് ഇത് റിപ്പീറ്റ് ചെയ്തവരോട് സംസാരിക്കുവാനാണ്. നിന്റെ മേൽ കിടക്കുന്ന മേലെഴുത്ത് ആരുടെയാ? നിന്റെ മേൽ നിന്റെ സ്വരൂപം ആരുടെയാ? ഈ പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, എന്താ പറയുന്നത്, ചിലരുടെ സ്വരൂപം ഒന്ന് കാണണമെങ്കിൽ വീട്ടിലേക്ക് ചെല്ലണം. അല്ലെങ്കിൽ പറയത്തില്ല, ഇപ്പം ചേരയാണോ മൂർഖനാണോ എന്ന് അറിയണമെങ്കിൽ കുറച്ച് മണ്ണ് വാരി എറിഞ്ഞാൽ മതി. അപ്പോ അവള് അല്ലെങ്കിൽ അപ്പം ആ പാമ്പ് അതിന്റെ സ്വരൂപം കാണിക്കുവാനിടയായി തീരും. കണ്ടിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, യഥാർത്ഥ നിന്റെ സ്വരൂപം വെളിവാകണമെങ്കിൽ, യഥാർത്ഥ നിന്റെ സ്വരൂപം തെളിഞ്ഞു വരണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ. നിന്റെ സ്വരൂപം വെളിവാകണമെങ്കിൽ ഒരു പ്രശ്നത്തിൽ കൂടെ നീ കയറി പോകണം. പിശാച് എപ്പോഴും നിന്റെ മുന്നിൽ ഓരോ കാര്യങ്ങളെ കൊണ്ടിടത്തില്ലേ, നിന്റെ സ്വരൂപം എന്തെന്ന് കാണിക്കാൻ വേണ്ടിയാ. എന്നാൽ എന്റെ യേശുവിന്റെ പദ്ധതി എന്തായിരുന്നു അറിയാമോ? നിന്റെ നഷ്ടപ്പെട്ട സ്വരൂപത്തെ നിന്റെ മേൽ മടക്കി തരാൻ വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ. യേശു എപ്പോഴും പ്രകടമാക്കിക്കൊണ്ടിരുന്നത് തന്റെ സ്വരൂപം. എപ്പോഴും പറയും, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഹല്ലേലൂയ. അവൻ എപ്പോഴും പറയുന്നു, എന്റെ പിതാവിന്റെ ഭവനത്തിന് വേണ്ടി ഞാൻ ചിലത് ചെയ്യേണ്ടതല്ലയോ, അല്ലെങ്കിൽ എന്റെ പിതാവിന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ നിൽക്കേണ്ടതല്ലയോ? യേശു എപ്പോഴും തന്റെ സ്വരൂപം കാട്ടിക്കൊണ്ടിരിക്കുവാനിടയായി തീർന്നു. എനിക്കിങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുക, ആരെങ്കിലും നിന്റെ മേൽ ഒരു വാക്കിൽ കൊടുക്കുവാനോ, ആരെങ്കിലും നിന്നെ തകർത്ത് കളയുവാനോ, അല്ലെങ്കിൽ ആരെങ്കിലും നിന്നെ ഒന്ന് തള്ളിയിടുവാനോ ശ്രമിക്കുമ്പോൾ അവിടെ നീ പ്രകടമാക്കേണ്ടത് നിന്നിലുള്ള ജഡ സ്വഭാവത്തെയല്ല, നീ ക്രിസ്തുവിന്റെ സ്വരൂപത്തെ നീ വെളിവാക്കുന്നവനായി തീരണം. ഇതൊരു ദൂതായിട്ട് എത്ര പേർക്ക് സ്വീകരിക്കാൻ പറ്റും? ഹല്ലേലൂയ. എല്ലാ മേഖലകളിലും നിങ്ങൾ നിങ്ങളുടെ സ്വരൂപത്തെ വെളിവാക്കിക്കൊണ്ടേയിരിക്കുവാനിടയായി തീരണം. ഞാൻ എപ്പോഴും പറയട്ടെ, ഹല്ലേലൂയ, പലപ്പോഴും നമ്മുടെ സ്വരൂപങ്ങൾ നമ്മൾ യഥാർത്ഥ ആരാണെന്ന് നമ്മുടെ ഏറ്റവും കാണിക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജോലി സ്ഥലങ്ങളിലാണ്. എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന മേഖലകളിൽ നമ്മളെ ആരാണ് നമ്മൾ പലപ്പോഴും കാണിക്കാൻ ശ്രമിക്കും. പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ, എപ്പോഴും നീ ആരാണെന്ന് കാണിക്കേണ്ടത് ദൈവ സന്നിധിയിലായിരിക്കണം. അവിടെ നിനക്ക് ഏറ്റവും കൂടുതൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും, അവിടുത്തെ വേണ്ടി നിനക്ക് എന്തെല്ലാം അന്വേഷിക്കുവാൻ പറ്റും, അവിടുത്തെ വേണ്ടി നിനക്ക് എത്രത്തോളം ടൈമിനെ മാറ്റിവെക്കാൻ പറ്റും, അവിടെയാണ് ദൈവത്തിന്റെ സ്വരൂപം നീ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഞായറാഴ്ച ഭക്തിയോ നമ്മളെ കിടപ്പുള്ളോ? ഹല്ലേലൂയ. എനിക്ക് അറിയത്തില്ല എന്താ ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച ഭക്തി നമുക്കുള്ളൂ, അല്ലെങ്കിൽ പാസ്റ്ററിനെ കാണുമ്പോൾ ഒരു ഭക്തി മാത്രമേ നമുക്കുള്ളൂ. അത് പോരാ കേട്ടോ. ഹല്ലേലൂയ. നിന്നെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഒരു പർപ്പസിന് വേണ്ടിയാ. ഹല്ലേലൂയ. ചില മണിക്കൂറുകൾ മാത്രം ദൈവത്തിന്റെ കടന്നു വരുവാനല്ല, അവന് വേണ്ടി നിനക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം നീ ചെയ്യാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അവന്റെ ഇമേജ് നമ്മളിൽ തെളിഞ്ഞു വരുവാനിടയായി തീരും. എനിക്കിങ്ങനെ പറയട്ടെ, ഒരു പലപ്പോഴും ഒരു ദുഷ്ടശക്തി സഭയുടെ നടിയിൽ വെളിപ്പെടുമ്പോഴാണ് വിശ്വാസിയുടെ വീര്യം എന്തെന്ന് പലപ്പോഴും കാണുന്നത്. ഒത്തിരി കണ്ടിട്ടുണ്ട് അല്ലേ ദിവസനെ, ഒത്തിരി കണ്ടിട്ടുണ്ട്. ചിലർക്ക് ഒരു മടിയില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ ടീമായിട്ട് കണക്ട് ആയിരിക്കുന്നവർക്ക് ഈ സാധനം കണ്ട ഒരു വിഷയമില്ല. കാരണം അവർക്കറിയാം അവർ ക്യാരി ചെയ്യുന്ന സാധനം എന്താണെന്ന്, അവരിൽ വെളിവായി നിൽക്കുന്ന സാധനം എന്താണെന്ന് അറിയാം. പക്ഷെ ചിലർക്ക് ഇത് കാണുമ്പോൾ ഭയമാണ്.
ഞാൻ ചോദിക്കുന്നത്, മുന്നിൽ ഇളകി വരുന്ന പിശാചിനെ ഇത്രയും പേടിക്കുന്നവര് ഈ ഒളിഞ്ഞും പാത്തും വരുന്ന പിശാചിനെ എന്തുമാത്രം ഭയപ്പെട്ടായിരിക്കും ജീവിക്കുന്നത്? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിനുള്ളവരെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് ഹല്ലേലൂയ ഈ ലോകത്തിലെ സകല ശക്തികളെക്കാട്ടിൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് ലോകത്തിലുള്ള സകല ഹല്ലേലൂയ ഉന്നതന്മാരെക്കാട്ടിൽ ഉന്നതമായ ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ് നിങ്ങളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി തീരട്ടെ. ഒരു വാക്കുകൂടെ ഞാൻ വായിച്ച് സഹായിക്കും. റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. കേട്ടോ, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്നാ ഇങ്ങനെ ഒരു കാര്യത്തിന്റെ അവസ്ഥ, ആദാമിയ പാപത്തിൽ മുഖാന്തരം ജനത്തിന്മേലെല്ലാം പാപം വരുവാനിടയായി തീർന്നു. പിന്നീടുള്ള ജനമെല്ലാം പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മേൽ വ്യാപരിക്കുന്ന പാപത്തെയാണ്. അവരുടെ മേൽ വ്യാപരിക്കുന്ന ആ പൈശാചിക ഇമേജിനെ അവരിങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുവാനിടയായി തീർന്നു. എന്നാൽ റോമാലേഖനത്തിലേക്ക് വന്നപ്പോൾ വായിക്കുകയാണ്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അടുത്ത വാക്യം, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രേ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഞാനിങ്ങനെ പറയട്ടെ, ഹല്ലേലൂയ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരുവൻ ദൈവീയ ഇമേജ് നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ, ഉൽപ്പത്തി നമ്മൾ വായിച്ചു, ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ ഇമേജ് പ്രകാരം നമ്മളെ ഉളവാക്കുവാനിടയായി തീർന്നു. എന്നാൽ റോമാലേഖനത്തിൽ വരെ വന്നപ്പോൾ ഇങ്ങനെ കാണുകയാണ്, പാപം കൈമാറി 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 വരുന്നു. എല്ലാവരും ആദാമ്യ പാപത്തെ വെളിവാക്കിക്കൊണ്ടിരിക്കുന്നു. ന്യായപ്രമാണത്തെ പോലും പാപത്തെ മറയ്ക്കുവാൻ വേണ്ടി ഇവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന യാഗങ്ങൾ കൊടുക്കുന്നു. എന്താ പറയുന്നത്, ഇത് തെറ്റ് ചെയ്താൽ ഇതിനെ കൊണ്ട് യാഗം അർപ്പിക്കാം, അതിൽ നൂരുക എന്നുള്ളൊരു മെന്റാലിറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും പാപം ചെയ്യുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടം വന്നപ്പോൾ പുതിയ നിയമസഭയെ നോക്കിയിട്ട് പൗലോസ് ഇങ്ങനെ എഴുതി വെക്കുവാനിടയായി തീർന്നു, അവന്റെ കൃപയാൽ. അടുത്തത്, ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ ഇമേജിനെ തിരിച്ചു പിടിക്കുവാൻ നീ മല കയറേണ്ട കാര്യമില്ല. ഈ ഇമേജിനെ തിരിച്ചു പിടിക്കുവാൻ നീ കുരിശ് ചുമക്കേണ്ട കാര്യമില്ല. ഈ ഇമേജിനെ തിരിച്ചു പിടിക്കുവാൻ അവൻ നിനക്ക് സൗജന്യമായി ക്രിസ്തു മൂലം നീതീകരണം തന്നിരിക്കുകയാണ്. എത്ര പേർക്ക് അതിൽ സന്തോഷിക്കുവാൻ പറ്റുമോ? നിന്റെ മേൽ കിടക്കുന്നത് ഹല്ലേലൂയ ഇമേജിനെ വെളിവാക്കുവാൻ സൗജന്യമായി നിന്റെ മേൽ വെളിവാക്കിയിരിക്കുന്ന ദൈവീയ കൃപയെ ഓർത്ത് എത്ര പേർക്ക് സ്തോത്രം ചെയ്യുവാൻ പറ്റും? അവന്റെ നീതീകരണം സൗജന്യമായി നമ്മുടെ മേൽ പകരുവാനിടയായി തീർന്നു. ഞാൻ ശാന്തമായതിനോട് പറയട്ടെ, ഞാൻ എന്നെ പ്രതിക്കൂട്ടി നിർത്തിക്കൊണ്ട് പറയട്ടെ, ഹല്ലേലൂയ, പലപ്പോഴും സോണറ്റിനെ പ്രകടിപ്പിക്കുവാൻ നോക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത് സ്വർഗത്തെ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മളിൽ ഓരോരുത്തരും ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ജീവിതത്തിന്റെ പരിപരിപ്പൻ അനുഭവങ്ങളിലേക്കൊക്കെ നമ്മളെ കയറ്റി വിട്ടിട്ട് പൈശാചിക ലോകം എപ്പോഴും നമ്മളെ നോക്കിയിട്ട് പറയും, ഹല്ലേലൂയ നിന്റെ സ്വരൂപം ഇപ്പോ വെളിവായി വരും. പലപ്പോഴും ഭയങ്കര ടഫ് സിറ്റുവേഷനിലൊക്കെ നമ്മളെ കയറ്റി വിട്ടിട്ട് പൈശാചിക ലോകം വിളിച്ചു പറയും, ഇപ്പോൾ നീ ആരാണെന്ന് തെളിയാൻ പോകും. അപ്പോൾ ഹല്ലേലൂയ എന്റെ ജഡത്തെയല്ല പൈശാചിക ലോകം കാണേണ്ടത്, അല്ലെങ്കിൽ എന്റെ ജഡത്തെയല്ല ലോക മനുഷ്യർ കാണേണ്ടത്. അവിടെയും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു തലമുറയായി അഹാബയിലുള്ള കുഞ്ഞുങ്ങൾ മാറുവാനിടയായി തീരട്ടെ. അഹാബയിലുള്ള ഓരോ ദൈവജനത്തെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ക്രിസ്തുവിന്റെ സ്വരൂപങ്ങളാണ്, നിങ്ങൾ ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്നവരാണ്. ഒരു വാക്യങ്ങൾ വായിക്കുമ്പോൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 10-11 വാക്യങ്ങൾ. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. കേട്ടോ, ഒരു പുതിയ മനുഷ്യനെ നമ്മളിപ്പോ ധരിച്ചിരിക്കുക. കാൽവറി ക്രൂശിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, നീ ഒരു പുതിയ മനുഷ്യനെ
ധരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഈ പുതിയ മനുഷ്യനെ ധരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആരെ ധരിച്ചിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഞാൻ പറയട്ടെ, മാനുഷികമായ ഒന്നും തന്നെ തൊടാത്തൊരു ശരീരം ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ ശരീരം മാത്രമാണ്. മാനുഷികമായ ഒരു നിർമ്മിതിയുമില്ലാത്ത ഒരു മാനുഷിക ശരീരം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവത്തിന്റെ ശരീരമാണ്, നമ്മുടെ യേശുവിന്റെ ശരീരമാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, കൊലോസ്യലേഖനത്തിൽ പറയുന്നു, ആ ക്രിസ്തുവിനെ നമ്മൾ ധരിക്കുവാനിടയായി തീർന്നു. ആ ക്രിസ്തുവിനെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ധരിക്കുവാനിടയായി തീർന്നു. ഒരു വാക്യങ്ങൾ വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 29-ാം വാക്യം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്യമാണ്. ഹല്ലേലൂയ. ആദ്യജാതനെ, ഏകജാതനെ അവൻ ആദ്യജാതനായി നമുക്ക് തരുവാനിടയായി തീർന്നു. പിതാവായ ദൈവത്തിന് അപ്രകാരം നമ്മളോടൊരു പ്രീതി തോന്നുവാനിടയായി തീർന്നു. നമ്മൾ ആ വാക്യം ഒന്ന് വായിച്ചോ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചുമിരിക്കുന്നു. കേട്ടോ, ക്രിസ്തുവിനെ അവൻ മുൻ നിയമിച്ചിരിക്കുക. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ഞാൻ മുമ്പേ പറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പ് നമ്മളിൽ നടന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ നിന്ന് ഹല്ലേലൂയ നമ്മളൊന്ന് വഴുതി മാറിക്കഴിഞ്ഞപ്പോൾ അടുത്തത് ഒരു വീണ്ടെടുപ്പിന് വേണ്ടി ക്രിസ്തു, ഏകജാതനായ ക്രിസ്തുവിനെ അവൻ ആദ്യജാതനാക്കി മാറ്റുവാനിടയായി തീർന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇമേജ് സൃഷ്ടിച്ച മനുഷ്യൻ, തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യൻ അല്പം ഒന്ന് വഴുതി മാറിയപ്പോൾ ക്രിസ്തുവിനാൽ അവനെ വീണ്ടെടുക്കുവാനിടയായി തീർന്നു. നമ്മൾ ആദ്യം വായിച്ചത് പ്രകാരമാ, നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. ഈ ബൈബിൾ ക്ലാസ്, ഞങ്ങളുടെ പീറ്റർബോയുടെ ബൈബിൾ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ചോസൺ എന്നുള്ളൊരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെ ഞാൻ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, ക്രിസ്തു ലോക സ്ഥാപനം മുതൽ ലോക അവസാനം വരെ ഒരുപോലെ അറുക്കപ്പെട്ടവനായി നിൽക്കുന്ന ഒരു കുഞ്ഞാടാണ്. അങ്ങനെയെങ്കിൽ സൃഷ്ടിപ്പിൽ തന്നെ നമുക്ക് ക്രിസ്തുവിനെ കാണാൻ പറ്റും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അവിടെ എഴുതിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചോ, നാം നമ്മുടെ സ്വരൂപത്തിൽ. ദൈവം പറയണം, ഞാൻ എന്റെ സ്വരൂപത്തിൽ എന്നല്ല പറഞ്ഞ, നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക, മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആദ്യം പിതാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം പുത്രൻ വീണ്ടെടുപ്പിന് വേണ്ടി വരുവാനിടയായി തീർന്നു. ഇനിയും ഹല്ലേലൂയ നമ്മുടെ മേലൊരു മേലെടുത്ത് നടക്കുവാനിടയായി തീർന്നു. വായിക്കാമല്ലോ, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ. എഫേസ്യർ 1:13-14. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ മേൽ ഇപ്പോൾ കിടക്കുന്ന മേലെടുത്ത് എന്താണെന്ന് അറിയാമോ? അത് പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവനെ വീണ്ടെടുത്തവനെ പരിശുദ്ധാത്മാവിനാൽ അവൻ മുദ്രയിടുവാനിടയായി തീർന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, നീ അവന്റെ വകയാണെന്ന് തെളിയിക്കേണ്ടതിന് വേണ്ടി മാത്രം. ഞാനിങ്ങനെ പറയട്ടെ, പുതിയ നിയമസഭയെ നോക്കിയിട്ട് ഞാൻ ആത്മാവിപ്രകാരം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുക, നിന്റെ മേൽ ഒരു മേലെടുത്ത് വായിക്കുവാനുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിനാൽ നിന്റെ മേൽ ഇട്ടിരിക്കുന്ന മുദ്രയത്രേ. ഹല്ലേലൂയ. ഇനി ലോകം നിന്നെ കാണുമ്പോൾ അവർ നിന്നെ നോക്കിയിട്ട് വിളിച്ചു പറയും, അവന്റെ മേൽ കിടക്കുന്ന മേലെഴുത്ത് പരിശുദ്ധാത്മാവിന്റെ അത്രേ. ക്രിസ്തുവിന്റെ ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാം, ക്രിസ്തുവിന്റെ രൂപം നമ്മളിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ മേലെടുത്ത് നമ്മളിൽ കാണുവാനിടയായി തീരും. അത് ആരിൽ നിന്നും ഉളവായെന്നും ആർക്ക് വേണ്ടി ഉളവായെന്നും തെളിയിക്കുന്നതാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഹല്ലേലൂയ ബലഹീനരെന്ന് പറയുന്നവരും ഇവിടെ ഇരിക്കുന്ന പ്രാപ്തിയുള്ളവരെന്ന് പറയുന്നവരും നിങ്ങളിൽ പ്രകടമാകേണ്ടത് യേശുവിന്റെ ഇമേജ് ആണ്. നിങ്ങളിൽ പ്രകടമാകേണ്ടത് പരിശുദ്ധാത്മാവിന്റെ മേലെടുത്താണ്. നമ്മൾ ഒരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 22-ാം വാക്യം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 22-ാം വാക്യം. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. കേട്ടോ, അവൻ നമ്മളെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. ഞാൻ പലപ്പോഴും ഇത് വായിക്കുമ്പോൾ ആലോചിക്കാറുണ്ടായിരുന്നു, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരണമെന്ന് പറയുമ്പോൾ ഈ ഹൃദയത്തിൽ വരണമെന്നൊക്കെ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന്. എന്താണെന്നറിയാമോ? ജനം മാത്രം നമ്മളെ വായിക്കുന്നതിന് മുമ്പായി, ജനം നമ്മുടെ മേലെഴുത്ത് എന്താണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പായി നമ്മുടെ ഹൃദയത്തിൽ അവൻ മുദ്രയിടുവാനിടയായി തീർന്നു. കാര്യം എന്താണെന്ന് അറിയാമോ? ഈ ബോധ്യം ആദ്യം വേണ്ടത് നമുക്കാണ്. ഈ പരിശുദ്ധാത്മാവാണെന്നും നമ്മൾ ദൈവത്തിന്റെ ഇമേജ് ആണെന്നുമുള്ള ബോധ്യം ആദ്യം വരേണ്ടത്
നമുക്ക് തന്നെയാണ്. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് സഭയെ കടത്തിവിടാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു സന്ദേശം ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിനുള്ളവരെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് ദൈവ സാന്നിധ്യമാണെന്നും നിങ്ങളുടെ മാംസഫലയിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുകയാണെന്നും നിങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടാകുവാനിടയായി തീരണം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നിന്റെ മേലെടുത്ത് പിതാവായ ദൈവത്തിന്റെ മേലെടുത്താണ്. നിന്റെ മേൽ വ്യാപരിക്കുന്ന ഇമേജ് അത് ക്രിസ്തുവിന്റെ ഇമേജ് ആണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, പൈശാചിക മണ്ഡലങ്ങൾക്കോ പൈശാചിക ശക്തികൾക്കോ നിങ്ങളെ തകർത്ത് കളയാൻ പറ്റത്തില്ല. കാരണം അവർ നിങ്ങളെ നോക്കുമ്പോൾ കാണുന്നത് ദൈവത്തിന്റെ മുഖമാണ്. അതിനാമേ പറയാൻ പറ്റുന്നില്ലേ? ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ഒരാൾ നോക്കുമ്പോൾ അവർ കാണുന്നത് ദൈവത്തിന്റെ മുഖമാണ്. നിങ്ങളെ ഒരാൾ നോക്കുമ്പോൾ കാണുന്നത് ദൈവത്തിന്റെ മേലെഴുത്താണ്. അതിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ടുണ്ടല്ലോ ഒരു പാതാള ഗോപുരങ്ങൾക്കും നിങ്ങളെ ജയിക്കുവാൻ പറ്റുകയില്ല. ഒരു ഇരുളിന്റെ വ്യാപാരങ്ങൾക്കും നിങ്ങളെ ജയിക്കുവാൻ പറ്റുകയില്ല. ഈ ബോധ്യം നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ അന്നു മുതൽ നിങ്ങൾ ജയാളിയാണ്. 2 കൊരിന്ത്യർ 3:3 ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൽ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലകയിലല്ല, ഹൃദയം എന്ന മാംസപലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. കേട്ടോ, എവിടെ എഴുതിയിരിക്കുന്ന അറിയാമോ? ഹൃദയം എന്ന മാംസപലകയിൽ തന്നെ അത് ദൈവം എഴുതി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ കാര്യം അറിയാമോ? ന്യായപ്രമാണത്തിന്റെ ഒരു സീസൺ ഉണ്ടായിരുന്നല്ലേ? ന്യായപ്രമാണത്തിന്റെ കാലത്ത് ഈ ന്യായപ്രമാണം മൂലം പാപം എന്താണെന്ന് അറിഞ്ഞൊരു ജനമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ ഒരു പലകയിലുമല്ല ദൈവം എഴുതിയിരിക്കുന്നത്, നമ്മുടെ ഹൃദയം എന്ന മാംസ പലകയിൽ അവൻ എഴുതി വെച്ചിരിക്കുകയാണ്, നീ ദൈവത്തിന്റെ സ്വരൂപമാണ്. പരിശുദ്ധാത്മാവിനെ അതിന്റെ മുദ്രയിട്ടിരിക്കുകയാണെന്ന്. കാൽവറി ക്രൂശിൽ എന്ത് സംഭവിച്ചുവെന്ന് അറിയാമോ? ഒരുവൻ തന്റെ ശരീരം കീറുവാനിടയായി തീർന്നു. ഒരുവൻ തന്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, പിതാവിന്റെ ഇമേജ് നഷ്ടപ്പെട്ടു പോയ ഒരു തലമുറയുടെ മേൽ ആ സ്വരൂപത്തെ തിരിച്ചു കൊണ്ടുവരുവാനിടയായി തീരണം. നീ എന്റെ വകയെന്നും വാഴ്ചയെന്നൊരു അധികാരം നിന്റെ മേൽ കിടപ്പുണ്ടെന്നോ പൈശാചി മേഖല മായ്ച്ചു കളഞ്ഞ കയ്യെഴുത്തിനെ ദൈവത്തിന് വീണ്ടും ഒരു ജനത്തിന്മേൽ എഴുതേണ്ടത് ആവശ്യമായിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പുതിയ ദൈവസഭയോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ സ്വരൂപവും ദൈവത്തിന്റെ മേലെഴുത്ത് നിങ്ങളുടെ മേൽ കിടക്കുന്നതിനാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല, നിങ്ങൾ ലോകത്തിലുള്ളവരല്ല, നിങ്ങൾ പൈശാചിക മണ്ഡലത്തിലുള്ളവരല്ല, നിങ്ങൾ ദൈവത്തിലുള്ളവരത്രേ. നിങ്ങൾ ദൈവത്തിനുള്ളവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ വകയാണെങ്കിൽ, ഞാൻ ആത്മാവിൽ നിന്നോട് ഇപ്രകാരം വിളിച്ചു പറയാ, ആർക്കും ചുമ്മാ ഞോണ്ടിട്ട് പോകാൻ പറ്റുകയില്ല. കേട്ടോ, കണക്ക് ചോദിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഭാരങ്ങൾ ദൈവത്തിന്റെ ഭാരങ്ങളാ, നിന്റെ വേദനകൾ ദൈവത്തിന്റെ വേദനകളാ, നിന്റെ പ്രയാസങ്ങൾ ദൈവത്തിന്റെ പ്രയാസങ്ങളാ. ഹല്ലേലൂയ. നിന്റെ ആവശ്യങ്ങൾ ദൈവത്തിന്റെ ആവശ്യങ്ങളാ. കാരണം നീ പ്രകടമാക്കുന്നത് യേശുവിനെ ആകിയാൽ, നീ പ്രകടമാക്കുന്നത് ദൈവത്തെ ആകിയാൽ. നിന്റെ മേൽ ആ ദൈവിക തേജസ് വെളിവായി വരട്ടെ. ഇന്ന് പകൽക്കാലം നിന്റെ മേൽ ആ മേലെടുത്ത് വെളിവായി വരട്ടെ. ഹല്ലേലൂയ. നിന്റെ മേൽ പലരും പൈശാചിക മണ്ഡലങ്ങൾ എഴുതി വെച്ചിട്ട് പോയിട്ടുണ്ടായിരിക്കാം. പലരും നിന്നെ നോക്കി പല മേലെടുത്തുകൾ എഴുതിയിട്ടുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെച്ചിരിക്കുന്ന മേലെഴുത്തുകൾ, നിന്നെ കുറിച്ചുള്ള ദൈവിക സ്വരൂപങ്ങൾ ഇന്ന് ഈ പകൽക്കാല ഈ ഡിസംബർ മാസം 14-ാം തീയതി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് അതിനെ തെളിയിക്കുകയാണ്. പലപ്പോഴും പലരും നമ്മളെ നോക്കിയിട്ട് പറയും, ഭയങ്കര ഉത്സാഹമൊക്കെയാ. പലരും നമ്മളെ നോക്കിയിട്ട് പറയും, നീ എന്ത് നേടി, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിനക്ക് എന്ത് കിട്ടി? പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ? പക്ഷെങ്കിൽ ഞാൻ ആത്മാവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുക, തക്ക സമയത്ത് അവൻ നിന്റെ മേൽ എഴുതിയിരിക്കുന്ന എഴുത്തെന്തെന്ന് തെളിയിക്കുവാനിടയായി തീരും. തക്ക സമയത്ത് നിന്റെ സ്വരൂപം എന്തെന്ന് ദൈവം തെളിയിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ.
ഈ മൈക്ക് എന്റെ ആണെന്ന് ഞാൻ പറഞ്ഞ, എന്റെ വകയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൈക്കിന്റെ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ ഞാനത് മാറ്റുമല്ലേ? ഈ മൈക്ക് എന്റെ ആണെങ്കിൽ ഈ മൈക്കിന് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ പരിഹരിക്കുമില്ലേ? അതേപോലെ തന്നെ ദൈവത്തിന്റെ ഇമേജായ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ദൈവത്തിന്റെ മേലെടുത്ത് നിന്റെ മേൽ കിടക്കുന്നതിനാൽ നിന്നിൽ പറ്റുന്ന എന്ത് കാര്യത്തിനും ദൈവം ഉത്തരവാദിയാണെന്ന് ഞാൻ പറഞ്ഞാൽ, കടന്നു വന്ന ജനത്തിന് അത് ആത്മാവിൽ സ്വീകരിക്കാൻ പറയുമോ? നിന്റെ പ്രശ്നങ്ങൾ ദൈവത്തിന്റെ പ്രശ്നങ്ങളാകട്ടോ. നിന്റെ മേലെഴുത്ത് ദൈവത്തിന്റെ മേലെഴുത്താകിയാൽ ദൈവത്തിന് നിന്നെ കുറിച്ച് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നേ. അവന് നിന്നെ കുറിച്ചൊരു വിചാരമുണ്ട്. അടുത്തൊരു പദം കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ മേലെഴുത്തും ദൈവത്തിന്റെ സ്വരൂപമാണ് നിന്റെ മേൽ കിടക്കുന്നതെങ്കിൽ ഒരു കാര്യം നിനക്ക് ഉറപ്പായി പറയാൻ പറ്റും. നിന്നെ ഒരു വ്യക്തി ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പറയുന്നത്, നിങ്ങൾ പ്രതികരിക്കാൻ പോകേണ്ട കാര്യമില്ല, തെളിയിക്കുന്നത് ദൈവമാണ്. അവരെ നശിച്ചു കാണണമെന്ന് ഉദ്ദേശിച്ചല്ല ഞാൻ ഇത് പറഞ്ഞു കേട്ടോ. പക്ഷേ നീ ആരാണെന്ന് ദൈവത്തിന് തെളിയിച്ചേ പറ്റുകയുള്ളൂ. കാരണം നീ ദൈവത്തിന്റെ മേലെഴുത്തും ദൈവത്തിന്റെ സ്വരൂപവും വഹിക്കുന്ന ഒരു വ്യക്തിയാ. അങ്ങനെയുള്ളവനെ ആർക്കും ചുമ്മാതെ തള്ളിയിടാൻ പറ്റത്തില്ല. നിന്റെ മേൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. തേജസ് നഷ്ടപ്പെട്ട ഒരു ജനത്തെ തിരിച്ച തേജസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്വന്തം പുത്രനെ ആദരിക്കാതെ ഈ ഭൂമിയിലേക്ക് വിടുവാൻ പിതാവിന് മനസ്സായെങ്കിൽ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിന്റെ തേജസ്സിനെ ആർക്കും കെടുത്താൻ പറ്റുമോ? ആരായി തേജസ്സിനെ നിനക്ക് വീണ്ടെടുത്ത് തന്നത്? നീ ആരെയാണ് ധരിച്ചിരിക്കുന്നത്? നീ ആരാണ് മുദ്ര വെച്ചിരിക്കുന്നത്? ആ ബോധ്യം നമ്മളെ ഭരിക്കുവാനിടയായി തീരട്ടെ. ഇന്ന് ഈ ദൂത് നിങ്ങളുടെ ഹൃദയത്തിൽ കയറിയെങ്കിൽ ഈ ദൂതിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന വിഷയത്തെ നിങ്ങൾക്കൊന്ന് നോക്കാൻ പറ്റുമോ? അതിലേക്ക് നിങ്ങൾക്കൊന്ന് തിരിഞ്ഞു നിന്ന് നോക്കാൻ പറ്റുമോ? അത് ഈ പിശാച് കൊണ്ടിട്ടതാണെങ്കിൽ അത് എടുത്തുകൊണ്ട് പിശാച് ഓടുവാനിടയായി തീരും. ഒരിക്കൽ പത്രോസ് ഒരുത്തിനെ ഒന്ന് ഉറ്റുനോക്കുവാനിടയായി തീർന്നു. ഉറ്റുനോക്കിയിട്ട് പറയുകയാണ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക. നിങ്ങൾ ആരുടെ ഇമേജാ? യേശുവിന്റെ ഇമേജാണ്. ഞാനിങ്ങനെ പറയട്ടെ, നിങ്ങൾ യേശുവിന്റെ ഇമേജ് ആണെങ്കിൽ നമുക്ക് ചിലരെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ പറ്റും. നിങ്ങൾ യേശുവിന്റെ ഇമേജ് ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും പ്രകടമാക്കുന്നത് യേശുവിനെ കുറിച്ചായിരിക്കും. നിങ്ങൾ ഈ യേശുവിന്റെ നാമം ചിലർ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഒത്തിരി പേര് യേശുവിന്റെ നാമം യൂസ് ചെയ്യാറുണ്ട്. എല്ലാരും യേശുവിന്റെ നാമം യൂസ് ചെയ്യുമ്പോൾ അത് അതുപോലെ നടക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടില്ല. പക്ഷെ ചിലർ യേശുവിന്റെ നാമം യൂസ് ചെയ്താൽ അത് യൂസ് ചെയ്തത് തന്നെയാണ്. കാരണം ഈ നാമം എന്ന് പറയുമ്പോൾ ഇപ്പം എന്താ പറയാ, യേശുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെങ്കിൽ ഞാൻ നിൽക്കുന്നത് യേശുവിന്റെ നാമത്തിലാണെന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ അവിടെ ചിലത് നടക്കും. ഉദാഹരണം പറയാം. ഞാൻ ഇവിടെ നിന്നിട്ട് പറയുകയാണ്, ഞാനിപ്പോ വന്നിരിക്കുന്നത് ട്രംപിന്റെ നാമത്തിലാണെന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും ചലിക്കണമെങ്കിൽ അതിന്റെ രേഖ അവിടെ വെളിപ്പെടുവാനിടയായി തരണം. പക്ഷെ യഥാർത്ഥത്തിൽ ട്രംപ് എന്നെ അയച്ചെന്ന് വിചാരിച്ചോ? ഞാൻ അവിടെ ചെന്ന് നിന്നിട്ട് പറയുമ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ നിൽക്കുന്നത് ട്രംപ് പറഞ്ഞിട്ട് വന്ന എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യത്തിന്റെ ആവശ്യമില്ല. കാരണം എന്നറിയാമോ, എന്നെ അയക്കുമ്പോൾ തന്നെ അവിടെ ഒരു മെസ്സേജ് കിട്ടും, ഞാൻ അവനെ അയച്ചിരിക്കുന്നുവെന്ന്. ഇതേപോലെ തന്നെ ചില മേഖലകളിൽ നാം ചെന്ന് നിൽക്കുന്നതിന് മുമ്പായി സ്വർഗം അവിടെ തെളിയിക്കുവാനിടയായി തീരും. ഞാൻ അയച്ചിട്ടാണ് അവനവിടെ വന്ന് നിൽക്കുന്നതെന്ന്. മനസ്സിലായില്ല? ചില മേഖലകളിൽ ഞാൻ കയറി സ്റ്റെപ്പിൻ ചെയ്യുമ്പോൾ തന്നെ ഹല്ലേലൂയ സ്വർഗം അവിടെ ഇറക്കി തെളിയിക്കുവാനിടയായി തീരും. ഞാൻ അയച്ചിട്ടാണ്, എന്റെ സ്വരൂപത്തിലും എന്റെ മേഖലത്തിലുമാണ് അവരവിടെ നിൽക്കുവാനിടയായി തീരുന്നത്. അവിടെ പൈശാചിക ശക്തികൾക്ക് മുട്ടുമടക്കാൻ ഇരിക്കാൻ പറ്റുകയില്ല. അവിടെ പൈശാചിക ലോകത്തിന് ഹല്ലേലൂയ അനുസരിച്ചേ പറ്റുകയുള്ളൂ. ഇനി പൈശാചിക ലോകം വിട്ടേക്ക് ദൈവത്തിന്റെ സകല സൃഷ്ടിയും നിന്റെ വാഴ്ചയെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ.
ഹല്ലേലൂയ. ദൈവത്തിന്റെ സകല സൃഷ്ടിയും നിന്റെ ഹല്ലേലൂയ വീണ്ടെടുപ്പിനെയും നിന്റെ മേൽ കിടക്കുന്ന മേലെഴുത്തിനെയും അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. Praise the Lord. ഇത് മനസ്സിലായപ്പോൾ ഇന്നലെ ഞാൻ തീരുമാനമെടുക്കാനിടയായി തീർന്നു. വചനം പ്രിപ്പയർ ചെയ്യുവാനാണ് ഞാൻ പലപ്പോഴും ടൈം എടുക്കുന്നത്. എനിക്ക് മനസ്സിലായി വചനം പ്രിപ്പയർ ചെയ്യുന്നതിനുപരിയായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് ആ ശക്തിയെ പ്രാപിക്കുമ്പോൾ ഹല്ലേലൂയ സകല ചുറ്റുപാടുകളും നമ്മുടെ കൂടെ വന്ന് നിൽക്കുവാനിടയായി തീരും. സകല ഹല്ലേലൂയ സ്തോത്രം ആ അന്തരീക്ഷം മുഴുവൻ നമുക്ക് അനുകൂലമായി നിൽക്കുവാനിടയായി തീരും. എന്നെ കേൾക്കുന്ന ദൈവമേ, പിന്നിലുള്ള ഇമേജിനെ തെളിയിക്കുന്ന ഒരു സ്വർഗീയ ഞാനാണ് നിന്നെ അയച്ചിരിക്കുന്നതെന്നോ എന്റെ നാമത്തിലാണ് നിൽക്കുന്നതെന്നോ പരിശുദ്ധാത്മാവ് ചില ഈ ദിവസങ്ങളിൽ തെളിയിക്കാൻ തുടങ്ങുകയാണ്. അവിടെ മനുഷ്യന്റെ സപ്പോർട്ട് നിനക്ക് വേണ്ട. ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് നിനക്ക് നോക്കേണ്ട കാര്യമില്ല. നിനക്ക് ഒന്ന് മാത്രം നോക്കിയാൽ മതി. ക്രിസ്തു ഹരിക്കുന്നുണ്ടോ? ക്രിസ്തുവിന്റെ ഇമേജ് എന്നിൽ വ്യാപരിക്കുന്നുണ്ടോ? ഈ ഒരു ബോധ്യം നിന്നെ ഭരിച്ചുകൊണ്ടിരുന്നാൽ ഏതിനെയും നിനക്ക് ജയിക്കാൻ പറ്റും. ഏതിലും നിനക്ക് കയറി നിൽക്കുവാൻ പറ്റും. പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യങ്ങളൊന്ന് വായിക്കുമോ? ജയിക്കുന്നവരെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. ഇത് ഫിലദൽഫിയ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അവരെ കുറിച്ച് പറയുകയാണ്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചില്ല എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അടുത്ത പറയുകയാണ്, കുറെ കാര്യങ്ങൾ പറയുകയാണ്. യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദന്മാരെന്ന് കളവായി പറയുന്ന ചിലരെ അവർ സാത്താന്റെ പള്ളിയിൽ നിന്ന് കടന്നു വരും, എന്നാൽ അവർ നിന്നെ ജയിക്കത്തില്ല എന്നൊക്കെ പറയാം. അതായത് ഇവിടെ പറയുന്നത് കപടഭക്തിക്കാരെ കുറിച്ചാണ്. കപടഭക്തിക്കാർ നിന്റെ അടുക്കൽ കടന്നു വരുവാനിടയായി തീരും. യഥാർത്ഥ യഹൂദൻ അല്ലാതിരിക്കെ യഹൂദനെന്ന് കളവായി പറയുന്നവര് നിന്നെ തേടി വരുവാനിടയായി തീരും, എന്നാൽ അവർ നിന്നെ ജയിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത വാക്യമാണ് ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്നു പോവുകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവരുടെ മേൽ എഴുതും. കേട്ടോ, ജയിക്കുന്നവന്റെ മേൽ അടുത്തൊരു മേലെഴുത്തിനെ വരികയാണ്. എന്തൊക്കെ മേലെഴുത്താന്ന് കണ്ടോ? എന്റെ ദൈവത്തിന്റെ നാമവും, അടുത്ത പറയുകയാണ് എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതുവാനിടയായി തീരും. ഞാനിങ്ങനെ പറയട്ടെ, ഹല്ലേലൂയ, ജയിക്കുന്ന ഒരു തലമുറയുണ്ടോ? നിന്റെ മേലെഴുത്ത് പോലും അപ്ഡേറ്റ് ആകും. ഹല്ലേലൂയ, ജയിക്കുന്ന ഒരു തലമുറയുണ്ടോ? ഹല്ലേലൂയ, നിന്റെ റാങ്കികൾ അപ്ഡേറ്റ് ആകും. ഹല്ലേലൂയ, ഇന്നലെ ജേക്കബിനെ നോക്കിയതുപോലല്ല നാളെ കാണുവാനിടയായി തീരുന്നത്. കാരണം നിന്റെ നാമത്തെ പോലും അവൻ അപ്ഡേറ്റ് ചെയ്യിപ്പിക്കുവാനിടയായി തീരും. ഞാനിങ്ങനെ പറയട്ടെ, പൈശാചിക ലോകത്തോട് തോറ്റുപോകുന്നവരും പൈശാചിക ലോകത്തോട് കോംപ്രമൈസ് ആകുന്നവരോടും അല്ല എന്റെ ദൂത്. ഹല്ലേലൂയ, ജയിക്കുന്ന ഒരു തലമുറയുണ്ടോ? നിന്റെ മേലെഴുത്തിനെ ദൈവം, നിന്റെ റാങ്കിനെ ദൈവം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുവാനിടയായി തീരും. നിന്റെ അതോറിറ്റിയെ ദൈവം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ, ജയിക്കുന്നവരെ ഞാൻ എന്റെ ആലയത്തിന്റെ തൂണാക്കി മാറ്റുവാനിടയായി തീരും. തൂണെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ വെറും തൂണല്ല കേട്ടോ, നഗരത്തിന്റെ, ദൈവത്തിന്റെ നഗരത്തിന്റെ നാമം എഴുതിയിരിക്കുന്ന തൂണ്, ദൈവത്തിന്റെ നാമം എഴുതിയിരിക്കുന്ന തൂണ്, ദൈവത്തിന്റെ പുതിയ നാമം എഴുതിയിരിക്കുന്ന തൂണാക്കി ദൈവം സഭയിൽ നിന്നെ മാനിക്കുവാനിടയായി തീരും. ഇന്നെന്നെ ആരും കാണുന്നില്ലെന്നോ, ഇന്നെന്നെ ആരും നോക്കുന്നില്ലെന്നോ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവനോട് ഇങ്ങനെ പറയുന്നു, ഒരിക്കൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നെറ്റിമേൽ നിന്റെ പേരിനെ എഴുതി വെക്കുവാനിടയായി തീരും.
പാപത്തെ ജയിക്കുന്ന ഒരു തലമുറയുണ്ടോ? ഞാൻ ഇങ്ങനെ പറയാ, പരസ്യത്തിൽ നിന്റെ മേലെഴുത്തിനെ ദൈവം തെളിയിച്ചു തരുവാനിടയായി തീരും. രഹസ്യത്തിൽ പാപത്തോട് കോംപ്രമൈസ് ചെയ്യാത്ത ഒരു തലമുറയുണ്ടോ? പരസ്യത്തിൽ എന്റെ ദൈവം നിന്നെ തെളിയിക്കുവാനിടയായി തീരും. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 1-ാം വാക്യം കൂടെ വായിക്കാമല്ലോ. മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നതും കണ്ടു. കേട്ടോ, അടുത്തത് എഴുതിയിരിക്കുകയാണ്, അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു. ഞാൻ ആ സംഖ്യയിലേക്കല്ല കൊണ്ടുവന്നത്, പക്ഷെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, നമ്മുടെ നെറ്റി അവൻ പേരെഴുതി വെക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു ഇതിനെയൊക്കെ? അവൻ നമ്മുടെ നെറ്റിയിൽ അവന്റെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? അവൻ നമ്മുടെ നെറ്റിയിൽ അവന്റെ പേരെഴുതി വെച്ചിട്ടുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നിന്റെ മേൽ കിടക്കുന്നത് കൈസറുടെ മേലെഴുത്തല്ല, നിന്റെ മേൽ കിടക്കുന്നത് കൈസറുടെ മുദ്രയല്ല, നീ കൈസറുടെ സ്വരൂപമല്ല, നീ ദൈവത്തിന്റെ സ്വരൂപമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ലോകക്കാരല്ലാതിരിക്കെ, നിങ്ങൾ ലോകക്കാരല്ലാകിയാൽ ലോകം നിങ്ങളെ പലപ്പോഴും പകയ്ക്കുവാനിടയായി തീരും. എന്നാൽ നിങ്ങൾ ദൈവത്തിലുള്ളവരാകിയാൽ ദൈവം നിങ്ങളെ മാനിക്കുവാനിടയായി തീരും. കാൽവറിയിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? അവൻ തന്റെ ശരീരത്തെ എന്തിനു തകർത്തുവെന്നറിയാമോ? അവൻ തന്റെ തേജസ്സിനെ എന്തിനു മാറ്റിവെച്ചു എന്നറിയാമോ? അവന്റെ സ്വരൂപമായി നീ മാറേണ്ടതിന് വേണ്ടി, അവന്റെ മേലെഴുത്ത് നിന്റെ മേൽ വീഴേണ്ടതിന് വേണ്ടി സ്വർഗീയ മഹിമകളെ അവൻ എന്തിനു വെടിഞ്ഞു എന്നറിയാമോ? അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നമ്മെ അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിലനിർത്തേണ്ടതിന് വേണ്ടി അവന്റെ വിളി നമ്മുടെ മേൽ കിടക്കുവാനിടയായി തീർന്നു. ചിലരിൽ നിന്ന് നഷ്ടപ്പെട്ട ദൈവ തേജസ്സുകൾ മടങ്ങി വരുവാനിടയായി തീരട്ടെ. ചിലരുടെ മേൽ ദൈവം എഴുതി വെച്ച ചില മേലെഴുത്തുകൾ ഈ ദിവസങ്ങളിൽ മടങ്ങി വരുവാനിടയായി തീരട്ടെ. പൈശാചിക ലോകങ്ങൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നതിനെ പോലും ദൈവത്തിന്റെ സ്വരൂപമായി ദൈവം മടക്കിക്കൊണ്ട് വരുവാനിടയായി തീരട്ടെ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിനുള്ളവരെന്നോ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുമ്പോൾ ദൈവത്തിനുള്ളതിനെ ദൈവത്തിന് കൊടുക്കുവാൻ എത്ര പേർ ഈ ദിവസങ്ങളിൽ തയ്യാറാകുവാനിടയായി തീരും? ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അല്പ നിമിഷങ്ങൾ ഈ ദൂതനെ സ്വീകരിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, ഞാൻ ദൈവത്തിന്റെ സ്വരൂപമുള്ളവരെന്നോ എന്റെ ദൈവത്തിന്റെ മേലെഴുത്ത് എന്റെ മേൽ കിടക്കുന്നുവെന്നോ ഒരു ബോധ്യം നിന്റെ മേൽ ഭരിക്കുവാനിടയായി തീരട്ടെ. ആ ബോധ്യം നിങ്ങളുടെ മേൽ ഭരിച്ചാൽ ഇന്ന് മുതൽ നിന്റെ മേലെഴുത്തായിരിക്കുന്ന വാഴ്ച നിന്റെ മേൽ മടങ്ങി വരുവാനിടയായി തീരും. ആ സൃഷ്ടിപ്പിന്റെ സമയത്ത് ദൈവത്തിന്മേൽ എന്തെല്ലാം വ്യാപരിച്ചോ അതെല്ലാം നിന്റെ മേൽ കടന്നു വരുവാനിടയായി തീരും. കാരണം നീ നിൽക്കുന്നത് നിന്നെ പ്രകടമാക്കുവാനല്ല, നീ നിൽക്കുന്നത് ദൈവത്തെ പ്രകടമാക്കുവാനത്രേ. അങ്ങനെ ഒരു മേലെടുത്തുണ്ടെങ്കിൽ അതിന്റെ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവർ കേട്ട് ആശ്ചര്യപ്പെട്ട് അവരെ വിട്ട് പോയി കളയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നിന്നെ ഹല്ലേലൂയ ഒത്തിരി നാള് നിന്നെ പരീക്ഷിക്കുവാൻ ആർക്കും പറ്റുകയില്ല കേട്ടോ. ഒത്തിരി നാള് നിന്നെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി നിന്നെ പിന്നാലെ നടക്കുവാൻ ആർക്കും പറ്റുകയില്ല കേട്ടോ. നിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന പദങ്ങൾ ചിലർ നിന്നെ അടുത്തു സ്വീകരിക്കുവാനിടയായി തീരും. ഇതെത്ര പേർ സ്വീകരിക്കുവാനിടയായി തീരും? നിന്നെ ദൈവം തെളിയിക്കുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ ദൈവം തെളിയിക്കുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ മേലുള്ള പേരെടുത്താണയുന്നു, നിന്റെ മേലുള്ള സ്വരൂപമാണയുന്നു ദൈവം തെളിയിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. രഹസ്യത്തിൽ നിനക്ക് ദൈവമായിട്ട് കണക്ട് ആകാമോ? രഹസ്യത്തിൽ നിനക്ക് ദൈവമായിട്ട് കണക്ട് ആകാമോ? നിന്റെ മേൽ വീടിരിക്കുന്ന പദത്തെ പരസ്യമായി തെളിയിക്കുന്ന ഒരു സ്വർഗീയ കരമുണ്ട്. ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ?